മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഹർജി തള്ളി ഹൈക്കോടതി. വിചാരണ കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം. കേസിൽ വീഡിയോ കോൺഫറൻസ് വഴി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ അനുമതി തേടി ജോസ് കുട്ടി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും കോടതിയിൽ അപേക്ഷ നൽകി. ഈ കേസിൽ വിചാരണ നടത്താൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാര പരിധിയില്ല എന്നും ഹർജിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർ പറയുന്നു. രേഷ്മ ബാബു ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. രേഷ്മ, എന്തൊക്കെയാണ് ഇപ്പോൾ അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജിയിൽ പറയുന്ന ആവശ്യങ്ങൾ? ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി ഇത്തരത്തിൽ കോടതി തള്ളിയത്? അശ്വതി, മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ വിചാരണ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഗസ്റ്റിൻ സഹോദരന്മാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് സിംഗിൾ ബെഞ്ച് തള്ളിയത്. വിചാരണ കോടതിയെ സമീപിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിനിടയിൽ ഈ മജിസ്ട്രേറ്റ് കോടതിയിലും ചില അപേക്ഷകൾ അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയിട്ടുണ്ട്. ഇന്ന് ഒന്നാം പ്രതിയായിട്ടുള്ള റോജി അഗസ്റ്റിൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിരുന്നു. ഒപ്പം തന്നെ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനായിട്ടുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടും മൂന്നും പ്രതികളായിട്ടുള്ള ജോസുകുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവർ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപേക്ഷയിൽ നാളെയായിരിക്കും ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. മറ്റൊന്ന്, ഈ ഒരു വിചാരണ നടത്താനായിട്ട് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് യാതൊരുവിധ അധികാര പരിധിയുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജിയും ഇന്ന് പ്രസ്തുത കോടതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയിട്ടുണ്ട്. അതിനെ പ്രോസിക്യൂഷൻ തുറന്നെതിർത്തിട്ടുണ്ട്. അതായത് വിചാരണ നടപടികൾ വൈകിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ ഹർജി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇന്ന് റോജി അഗസ്റ്റിൻ ഹാജരായ വേളയിൽ കോടതി ചില പരിഹാസ രൂപേണയുള്ള വിമർശനവും നടത്തിയിട്ടുണ്ട്. കോടതിയെ കളിയാക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് ഇതിൽ റോജി അഗസ്റ്റിൻ മാത്രമാണ് ഇന്ന് ചോറ്റാനിക്കര കോടതിയിൽ ഹാജരായത്. ജോസുകുട്ടി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും ഹാജരായിരുന്നില്ല. തുടർന്നാണ് കോടതിയെ കളിയാക്കുകയാണെന്നുള്ള ചോദ്യം ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും വീഡിയോ കോൺഫറൻസിംഗ് മുഖേന കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണമെന്ന ജോസുകുട്ടി അഗസ്റ്റിന്റെയും ആന്റോ അഗസ്റ്റിന്റെ അപേക്ഷയിന്മേൽ നാളെയായിരിക്കും ചോറ്റാനിക്കര കോടതി വിധി പറയുക. അതോടൊപ്പം തന്നെ വിചാരണ നടത്താനായിട്ട് പ്രസ്തുത കോടതിക്ക് യാതൊരുവിധ അധികാര പരിധിയും ഇല്ല എന്നുള്ള ഹർജിയിലും കോടതി നാളെ വിധി പറയും. അതിനുശേഷമായിരിക്കും കുറ്റപത്രം എപ്പോൾ വായിച്ച് കേൾപ്പിക്കണം എന്ന കാര്യത്തിൽ ആ തീയതി സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ചോറ്റാനിക്കര കോടതി കടക്കുകയുള്ളൂ. അശ്വതി.